യേശു എവിടെയെങ്കിലും ഉയർത്തപ്പെട്ടാൽ അവിടെ പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നു. ഇൻഫാക്ട് ബൈബിൾ പറയുന്നത് പരിശുദ്ധാത്മാവ് വന്നാൽ യേശുവിനെ ഉയർത്തുമെന്നാണ്. യേശു എവിടെ പോയാലും പറയുന്നത് എൻ്റെ പിതാവ് മഹത്വീകരിക്കപ്പെടണം എന്നാണ്. പിതാവ് പറയുന്നത് പുത്രനെ ഞാൻ സകല നാമത്തിനും മീതെ ഒരു നാമം കൊടുത്ത് അവനെ മാനിച്ചെന്നാണ്. സോ ഇഫ് യു ലുക്ക്, ദർ ഇസ് നോ കോമ്പറ്റീഷൻ. അവിടെ ഇൽവില്ല, അവിടെ കോൺഫ്ലിക്റ്റ് ഇല്ല, അവിടെ ഒരു രീതിയിലുമുള്ള ഇടർച്ചയില്ല. പകരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി ഫങ്ഷൻ ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ സമയത്തിൻ്റെ ആരംഭം മുതൽ ഉള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് എന്നൊരാശയം ഇവിടെ ചുരുക്കമായി പറഞ്ഞിരുന്നു. ഇനിയും കാലം എല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, ഇന്നുള്ള സ്വർഗം പോലും മാറും, ഒരു നിത്യതയിലേക്ക് നമ്മൾ മാറും. യെശയ്യാ പ്രവാചകനും യോഹന്നാൻ അപ്പോസ്തലനും ഒക്കെ പോയ സ്വർഗം ഉൾപ്പെടെ ആ സ്വർഗം പോലും ദൈവസന്നിധിയിൽ നിർമ്മലമല്ല എന്ന് പറയുന്ന ആ സ്വർഗം പോലും സമയത്തിലുള്ള അത് അഴിഞ്ഞു മാറി, കാലം എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്തായിത്തീരണം എന്ന് നമ്മൾ ഇന്ന് അറിയുന്നില്ല എന്ന് പറയുന്ന തലത്തിലേക്ക്, നിത്യതയിലേക്ക് നമ്മൾ മാറുമ്പോൾ there will be no more arrangement of Trinity.